ഡ്യൂട്ടറോണമി അല്ലെങ്കിൽ ഉപാഗമം 30-ാം അധ്യായം 20-ാം വചനം. നിന്റെ ദൈവമായ യഹോവ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും അവനോട് ചേർന്ന് ഇരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ആമേൻ. അതല്ലോ നിനക്ക് ജീവന് തിരഞ്ഞെടുത്ത് കൊള്ളുക. യഹോവ സ്നേഹിക്കുകയും യഹോവ നിന്നെ സ്നേഹിക്കുകയും നീ അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ദൈവത്തോട് ചേർന്നിരിക്കുകയും കർത്തരിൽ അൻപു കൂർந்து அவர் சத்தத்திற்கு செவி கொடுத்து அவரை பற்றிக்கொள்ள ஜீவனை தெரிந்து கொள். ഇന്നത്തെ വാഗ്ദത്ത വചനം ദൈവ പൈതലേ, ജീവന് നീ തിരഞ്ഞെടുക്കുക. ആമേൻ. മരണത്തെ അല്ല, മന്ത്രവാദത്തെ അല്ല, മരുന്നിനെ അല്ല, ലോകമകേശന്മാരെ അല്ല, അന്ധകാരത്തെ അല്ല, ജഡത്തെ അല്ല. ചൂസ് ലൈഫ്. ദൈവത്തോട് ചേർന്നിരിപ്പാൻ, ദൈവം നിന്നെ സ്നേഹിപ്പാൻ, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അങ്ങനെ വിടാനല്ല, അത് അപ്രകാരം നീ അനുസരിപ്പാൻ. ദൈവമക്കളെ, സ്വർഗം അരുളി ചെയ്യുന്ന നീ ജീവന് തിരഞ്ഞെടുക്കുക. ചൂസ് ലൈഫ്. ചൂസ് ലൈഫ്. എന്തുകൊണ്ട്? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ ദൈവം നമ്മുടെ സൃഷ്ടിതാവ്. ഈസ് നോട്ട് എ പ്ലേറ്റിംഗ്, ഇൻസ്റ്റഡ് ഹി ഈസ് അവർ ക്രിയേറ്റർ. ഒരു വിളയാട്ട് ജാമാനല്ല ദൈവം, ഒരു കളിവസ്തുവല്ല ദൈവം. ദൈവമോ നമ്മை ഉണ്ടാക്കിன தேவன், നമ്മെ സൃഷ്ടിച്ചവൻ. God is our creator. Remember it. ഓർക്കുക, അവൻ നമ്മുടെ സൃഷ്ടിതാവ്, നാമോ അവൻ്റെ സൃഷ്ടികൾ മാത്രം. ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ നീ വണങ്ങാനല്ല, നിനക്ക് നാളുകളെ വിവേചിച്ച് തരുവാൻ, നിനക്ക് വെളിച്ചം തരുവാൻ, നിനക്ക് ചൂട് തരുവാൻ, നിനക്ക് മഴ തരുവാൻ. ഒരു സൂര്യൻ, ഒരു ചന്ദ്രൻ, കണക്കിലടങ്ങാതെ നക്ഷത്രക്കൂട്ടം. ഞാൻ പ്രസംഗിക്കുന്ന ദേവാദി ദൈവം ക്രിസ്തു ഇതെല്ലാം സൃഷ്ടിച്ച് എവിടെയോ അങ്ങ് ദൂരെ വച്ച് നിന്നെയും എന്നെയും സൃഷ്ടിച്ചു എവിടെയോ ദൂരെ വയ്ക്കാതെ അവൻ്റെ ഉള്ളങ്കയിൽ വെച്ചു. ഓറ ബാലജന സന്തന. ഐസ്യ 49:16 സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രക്കൂട്ടത്തെയും കണക്കിലടങ്ങാ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച ദൈവം എവിടെയോ എങ്ങോ ദൂരെ അകലെ നിർമ്മിച്ച് സ്ഥാപിച്ചവൻ നിന്നെയും എന്നെയും
തൻ്റെ സൃഷ്ടിயின் മകുടമായി തൻ്റെ സ്വന്തം രൂപിൽ God formed you and me in his own form. തൻ്റെ സ്വന്തം രൂപിൽ സൃഷ്ടിച്ചു. ഐശയ്യാ പ്രവാചകൻ എഴുതുന്ന 49:16 തൻ്റെ ഉള്ളം കയ്യിൽ എഴുതിയല്ല, എഴുതിയാൽ കള്ളൻ മായ്ക്കും, വരച്ചു. എൻഗ്രേവൻ, എൻഗ്രേവൻ. You have been engraved. You have been engraved in his palm. ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ ദൈവം നിന്നെയും എന്നെയും അരുകിൽ തൻ്റെ ഉള്ളം കയ്യിൽ വരച്ച് എല്ലായ്പ്പോഴും അവൻ്റെ മുമ്പിൽ. ആമേൻ. 100 പ്രാവശ്യം വചനം, ഈ വചനം നീ വീട്ടിൽ പോയി വായിക്കണം. ഐശയ്യാ 49:16 എല്ലായ്പ്പോഴും എപ്പോഴും അവൻ നമ്മെ അവൻ്റെ ഉള്ളംകൈയിൽ അവൻ്റെ അരുകിൽ വച്ച് വരച്ച് എല്ലായ്പ്പോഴും അവൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്ന. സന്തോഷമാണോ? ആമേൻ. പോരാ, എല്ലാ ആളുകളും ആമേൻ. ആകയാൽ അങ്ങനെ വച്ചിട്ട് അവനൊന്നും നിർബന്ധിക്കുന്നില്ല. നോ, ഒരു നിർബന്ധവുമില്ല. അവൻ നമ്മോട് അരുളി ചെയ്ത് ഒന്നുകിൽ അത്, ഇല്ലെങ്കിൽ ഇത്. അതാണ് വചനം. എമ്പാട് നാം വായിച്ചു നോക്കിയാൽ ഓപ്ഷൻ ബിഫോർ യു, ഫ്രീ വിൽ. നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിനക്ക് നല്ലതിനെയോ ചീത്തയോ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. നിർബന്ധം ഒന്നുമില്ല. റോമർ 6:16 റോമ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നു, ഒന്നുകിൽ നിങ്ങൾ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി, അല്ലെങ്കിൽ ജീവനായി. ആമേൻ. ഹല്ലേലൂയ. ഒന്നെങ്കിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. ഓപ്ഷൻ ഉണ്ട്. മരണമോ ജീവനോ ഇന്ന് തിരഞ്ഞെടുക്കണം. ആമേൻ. മരണമോ ജീവനോ. ചൂസ് ലൈഫ്. മോസസ് പ്രൊക്ലൈംഡ്, ചൂസ് ലൈഫ്. ജീവന് തിരഞ്ഞെടുത്തുകൊള്ളുക. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ കൽപ്പന ചൗല ആകാശത്തിൽ ഭസ്മമായതല്ല. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ സുനിത വില്യംസ് ആകാശത്തിൽ കുടുങ്ങിക്കിടക്കുന്നതുമല്ല, ഉരുൾപൊട്ടലുമല്ല, നാഗസാഹിയുമല്ല. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദുരന്തം ദൈവം നോ പറഞ്ഞ ഫലത്തെ ആദ്യ വനിത ഷി വെന്റ് ആൻഡ് പ്ലക്ഡ്, പറിച്ചെടുത്ത് തൻ്റെ ഭർത്താവിന് കൊടുത്തല്ലോ, താനും തിന്നല്ലോ. അതാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഏറ്റവും വലിയ ദുരന്തം. മരണം വന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവർ ജീവനെ ഉപേക്ഷിച്ചു അറിവിൻ്റെ പുറകിൽ ഓടി. ഡെത്ത്, എറ്റേണൽ ഡെത്ത്. ജീവനെ ഉപേക്ഷിച്ച് അറിവിൻ്റെ പുറകിൽ, അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ പുറകിൽ ഓടി. വന്നടോ മരണം. നിന്റെ മുമ്പിൽ ചോയ്സ് ഉണ്ട്. നിർമ്മിക്കപ്പെട്ട ദേവന്മാരിൽ കുമ്പിടുന്നുവോ, നിന്നെ നിർമ്മിച്ച ദേവാദി ദൈവത്തെ നീ കുമ്പിടുന്നുവോ? ഈ ദൈവം സൗജന്യമായി കിട്ടുന്നവൻ, വില കുറഞ്ഞതല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവൻ സൗജന്യം, രക്ഷാ സൗജന്യം, പക്ഷെ വില കുറഞ്ഞതല്ല. മാരത്തിൻ കൈയെടുത്ത് അടിച്ച് ഹൃദയം നുറങ്ങി ദൈവസന്നിധിയിൽ വിലപിച്ച് നിലവിളിക്കാൻ പോകുന്നു. നാളെ ലോകം
അന്ത്യം എന്നതുപോലെ നാം ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആമേൻ. ചൂരൽ മലയിലെ ഒരു ശൂരൻ വയനാട് ജില്ലയിൽ പോലീസിന് 12 കംപ്ലൈൻറ്റ് കൊടുത്തു. ആളുകൾ മണ്ണിൽ അടിയിലായപ്പോൾ ഈ കംപ്ലൈൻറ്റ് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നു ചെടിയിൽ. നമ്മുടെ പട്ടാളമും ഫയർഫോഴ്സും പോലീസും കംപ്ലൈൻറ്റിന് എടുത്ത് കഴുകി നോക്കിയപ്പോൾ ഇവൻ്റെ അതിരിന് കല്ല് മോട്ടിച്ച് 13 പ്രാവശ്യം ഇളക്കിപ്പിഴുത് അതിര് മാറ്റി ഇവൻ 13 പ്രാവശ്യം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത് അവസാനം പറഞ്ഞ്, നീ 13 പ്രാവശ്യം എന്നെ സ്റ്റേഷൻ കയറ്റി അല്ലടോ, ഇന്ന് രാത്രി കഴിയട്ടെ, ഞാൻ കാണിച്ചു തരാം. അന്ന് രാത്രിയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. മനസ്സിലാകുന്നില്ല? നിനക്ക് മനസ്സിലാകുന്നില്ല? അന്ന് രാത്രിയാണ് ദേശത്തെ എൻ്റെ ദൈവം ഇളക്കി മറിച്ചത്. 98 മുതൽ 20 ആണ്ടുകൾ എൻ്റെ ജീവനെ പണയം വെച്ച് മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി മാറി 2 ആണ്ടിൽ ഒരിക്കൽ ലക്ഷങ്ങൾ ചെലവാക്കി യേശുവിൽ ആയിക്കോ, രക്ഷയില്ല, നാളെ അന്ത്യമുണ്ടാകും. അവസാന ക്രൂസേഡിൽ എൻ്റെ മോന് 1.25 വയസ്സായിരുന്നപ്പോൾ എൻ്റെ ഹാർട്ട് അറ്റാക്കായി. ഡോക്ടർ പറഞ്ഞു, വാ തുറക്കരുത്. ഒരു കുളിയെ തന്ന് എൻ്റെ നാക്കിൻ്റെ അടിയിൽ വെച്ചു. ആ നാക്കിൻ്റെ അടിയിൽ ആ കുളിയെ വച്ചിട്ട് അവസാന ക്രൂസേഡ് മാനന്തവാടി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് വെള്ളി വൈകുന്നേരം, ശനി വൈകുന്നേരം, ഞായറാഴ്ച രാവിലെ 2 പള്ളികളിൽ പ്രസംഗം, ഞായറാഴ്ച വൈകുന്നേരം പ്രസംഗിച്ചിട്ട് ഇന്നും ഞാൻ ജീവനോടിരുപ്പാൻ ദൈവം സഹായിച്ചിരിക്കുന്നു. ആമേൻ. സുവിശേഷം വില കുറഞ്ഞതല്ല, ഇത് സൗജന്യമാണ്. സുവിശേഷം സൗജന്യമെങ്കിലും വില കുറഞ്ഞതല്ല. ദൈവം നൽകുന്ന മുന്നറിയിപ്പ് പ്രാർത്ഥിക്കാനുള്ള മുന്നറിയിപ്പല്ല, മാനസാന്തരപ്പെടാനുള്ള മുന്നറിയിപ്പ്. ദൈവം നൽകുന്ന മുന്നറിയിപ്പ് പണം പിരിക്കാനുള്ള മുന്നറിയിപ്പല്ല, നീ മാനസാന്തരപ്പെടാനുള്ള മുന്നറിയിപ്പ്. ഒന്നുകിൽ അത്, ഇല്ലെങ്കിൽ ഇത്. ഒന്നെങ്കിൽ അനുസരണം, അല്ലെങ്കിൽ അഹങ്കാരം. Which one you choose? നിനക്ക് എന്ത് വേണം? ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഗലാത്യർ 5:17 ഒന്നെങ്കിൽ ജഡാഭിലാഷം, അല്ലെങ്കിൽ അഭിലാഷം. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഐസിയ 5:20 ഒന്നെങ്കിൽ തിന്മ, അല്ലെങ്കിൽ നന്മ, ഒന്നെങ്കിൽ ഇരുൾ, അല്ലെങ്കിൽ വെളിച്ചം, ഒന്നെങ്കിൽ കയ്പ്, അല്ലെങ്കിൽ മധുരം. തിരഞ്ഞെടുത്തുകൊള്ളുക. ജഡാഭിലാഷമോ, ആത്മാഭിലാഷമോ, മധുരമോ, കയ്പോ, ഇരുളോ, വെളിച്ചമോ, തിന്മയോ നന്മയോ. ആവർത്തനം 11:26 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ശാപമോ അനുഗ്രഹമോ. The option is in your hand. The choice is in your hand. സഭാപ്രസംഗി 7:14 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന അനർത്ഥകാലമോ സുഖകാലമോ തിരഞ്ഞെടുത്തുകൊള്ളുക. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്. അത് നിങ്ങളുടെ കയ്യിൽ, മനുഷ്യ നിന്റെ കയ്യിൽ. ഫ്രീ വിൽ ദൈവം തന്നിട്ടുണ്ട്. മരണമോ ജീവനോ തിരഞ്ഞെടുത്തുകൊള്ളുക. സങ്കീർത്തനം 75:7 ഉയർച്ചയോ താഴ്ചയോ തിരഞ്ഞെടുത്തുകൊള്ളുക. സങ്കീർത്തനം 37:19 ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ക്ഷാമമോ ക്ഷേമമോ തിരഞ്ഞെടുത്തുകൊള്ളുക. ദാനിയേൽ 12:2, യോഹന്നാൻ 5:29, അപ്പോസ്തല പ്രവൃത്തികൾ 24:15, മത്തായി സുവിശേഷം 25:46 നിത്യ ദണ്ഡനം
അല്ലെങ്കിൽ നിത്യരക്ഷ. നിത്യ മരണം അല്ലെങ്കിൽ നിത്യ ജീവൻ. മോശെ വയസ്സ് 120. കണ്ണിൻ്റെ കാഴ്ച അല്പം പോലും കുറഞ്ഞിട്ടില്ല. മുമ്പിൽ നിൽക്കുന്നത് 10 പേരല്ല, 20 പേരല്ല, 20 ലക്ഷം പേർ. നിലവിളിക്കുന്ന സഹോദരങ്ങളെ, ചൂസ് ലൈഫ്, ചൂസ് ലൈഫ്. ജീവന് തിരഞ്ഞെടുത്തുകൊള്ളുക. ജോർദാന്റെ അക്കരയിൽ പോയ കർത്താവിൻ്റെ ക്യാപ്റ്റൻ ജോഷുവ 24:15 വചനത്തിൽ, നിങ്ങൾക്ക് ആരെ വേണം? എടത്തുവ വേണമോ, വലത്തുവ വേണമോ, കൊച്ചടത്തുവ വേണമോ, കുറുവായൂർ വേണമോ, കുറുസടി വേണമോ, മന്ത്രപാഠം വേണമോ, മനുഷ്യ ഉപദേശം വേണമോ, ജഡം വേണമോ, കള്ള് വേണമോ, മദ്യപാനം വേണമോ, ബീഡി വേണമോ, കൈക്കൂലി വേണമോ, അക്രമം വേണമോ, ഉന്നതനായ യേശു വേണമോ? ആറ്റിൻ്റെ അക്കരയിൽ നീ ഉണ്ടാക്കി നമസ്കരിച്ച അമോറിയരുടെ ഉണ്ടാക്കപ്പെട്ട ദൈവം വേണമോ? നിന്നെ സൃഷ്ടിച്ച യഹോവ വേണമോ? ജോഷുവ 24:15. Then Captain Joshua, Bible says, he wholeheartedly came to a conclusion, proclaimed, I myself and my family will serve the living God in heaven. അവസാനം ജോഷുവ ഒരു തീർമാനമെടുത്ത്, നിങ്ങൾ എങ്ങനെയും പോയിക്കോ, ഞാനും എൻ്റെ കുടുംബമോ യഹോവയെ സേവിക്കും. ജീവനെ തിരഞ്ഞെടുക്കും, ജീവന്റെ ഉടമസ്ഥനെ തിരഞ്ഞെടുക്കും. പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട്, പുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല. അവന് ഉള്ളത് മരണം. ഹല്ലേലൂയ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.